നിൽക്കവേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നും രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധാന്തി യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസം ഞങ്ങൾ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ഗ്ലോറിയ നമുക്ക് ചേർന്ന് വയ്ക്കാം. Yeah.
നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത്: ഇസ്രായേലേ, കേൾക്കാൻ നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവ് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാവങ്ങളെക്കുറിച്ചും നേരായി താല്പര്യമായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ പ്രിയ സ്നേഹവുമായിരുന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവരുടെ വിശുദ്ധ വഴികളിൽ നടന്നുകൊണ്ടും പുതിയ ജീവൻ നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറയുവേൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരുമുള്ള ദൈവത്തിൻ്റെ കൃപാവഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടെന്ന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു യേശു പ്രവേശിപ്പാൻ ലോകത്തിൽ വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യാവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരിഞ്ഞ് നമ്മളുടെ സഹോദരൻ ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മകർണിയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകലപാപങ്ങളെ ക്ഷമിച്ച് അവൻ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ. ദൈവജനം വിളിച്ചു അന്ധകാരത്തിൻ്റെ ശക്തികളെ തീർത്തുകയും ഭൂമിയിൽ വെളിച്ചം പകർന്ന് ജീവൻ പരിപാലിക്കുകയും ചെയ്യുന്ന പ്രകാശത്തിൻ്റെ ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും മുഖാന്തരം ഈ ഇരുണ്ട ലോകത്തെ അവിടുന്ന് പ്രകാശം കൊണ്ട് നിറച്ച് യേശുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ ഇരുളിൻ്റെ ശക്തിന്മേൽ ആത്യന്തികമായ വിജയം നേടി
നിന്റെ ജനത്തിന് പ്രത്യാശ നൽകുന്ന നിജനമായ ഞങ്ങളുടെ ഒപ്പം ഭൂമിയുടെ ഒപ്പം ലോകത്തെ വെളിച്ചമാക്കി തീർക്കണമേ. അങ്ങനെ ലോകത്തെ അർത്ഥവും ലക്ഷ്യബോധമുള്ള ഒരു സമൂഹമായി പരിവർത്തനം ചെയ്യുന്ന അങ്ങയുടെ ശുശ്രൂഷയെ തുടരുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോടപേക്ഷിക്കുന്നു. ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു. പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ. Listen to me, distant nations, you people who live far away. Before I was born, the Lord chose me, and He appointed me to be His servant. He made my words as sharp as a sword. With His own hand, He protected me. He made me like an arrow, sharp and ready to use. He said to me, Israel, you are my servant. Because of you, people will praise you. I said, I have worked, but how hopeless it is. I have used up my strength, but I have accomplished nothing. Yet I will trust the Lord within my cause. He will reward me for what I do. Before I was born, the Lord appointed me. He made me His servant to bring back His people, to bring back the scattered people of Israel. The Lord gave me His honor. He is the source of my strength. The Lord said to me, I have a great task for you, my servant. Not only will you restore the great people of Israel who have survived, but I will also make you a light to the nations, so that all the world may be saved. Israel's only God and Savior says to the one who is deeply despised, who is hated by the nations, and is the servant of rulers. Kings will see you released, and will rise to show their respect. Princes will also see it, and they will bow down to honor you. This will happen because the Lord has chosen His servant. The Holy God of Israel keeps His promises. Thank you, Lord. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 27-ാം സങ്കീർത്തനം, Psalms 27. ഞാൻ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാൻ. സെക്കൻഡ് ലെസൺ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. Gospel according to St. Matthew chapter 5 verses 13 to 16. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനൊന്നുകൊണ്ട് രസം വരുത്താം. പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറൻ കീഴല്ല, തണ്ടിന്മേലത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. കീർത്തനം 185, നമ്പർ 185, 1, 2 and 4 stanza.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാനും അവിടുന്ന് അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും നൽകുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന നാഥനെ, ഇന്നാലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്ന നാഥനെ, അല്പസമയം തിരുവചന സത്യങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് മഹത്വം എടുക്കണമെന്ന് തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന ഏവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഒരുവനായ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് ധ്യാനിക്കാനുള്ള ചിന്താവിഷയം പീപ്പിൾ ഓഫ് ഗോഡ് സാൾട്ട് ആൻഡ് ലൈറ്റ് എന്നുള്ളതാണ്. ദൈവജനം ഉപ്പും വെളിച്ചവും എന്നുള്ളതാണ്. നമ്മുടെ സഭയുടെ അൽമനാക്കനുസരിച്ച് കാലാകാലങ്ങളിൽ ഇപ്രകാരമുള്ള ചിന്തകൾ കടന്നു വരാറുണ്ട്. എന്നാൽ വിശുദ്ധ വേദോസം എപ്രകാരം നമ്മെക്കുറിച്ച് പറയുന്നു എന്നുള്ള ചിന്ത ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് വായിച്ചതായി സുവിശേഷ വേദഭാഗം മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിൽ യേശു കർത്താവ് തന്നെ പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. യു ആർ ദി സാൾട്ട് ഓഫ് എർത്ത്, യു ആർ ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. വിശുദ്ധ വേദപുസ്തകത്തിലെ യേശുവിൻ്റെ വാക്കുകൾ ജീവൻ തുടിക്കുന്ന വാക്കുകളാണ്. ആ വാക്കുകളുടെ അർത്ഥം നാം മനസ്സിലാക്കണം. ആ വാക്ക് അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിറയണം. അത് നിറഞ്ഞാൽ മാത്രം പോരാ, അത് മറ്റുള്ളവരിലേക്ക് പകരുവാനും കൂടി നമുക്ക് സാധിക്കണം. യേശുവിൻ്റെ വാക്കുകൾ കേട്ടുകഴിഞ്ഞ വാക്കുകളാണ്. എന്നാൽ അതുപോലെ തന്നെ പറഞ്ഞുപോയ വാക്കുകൾ കൂടിയാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഒരാൾ പറയപ്പെട്ട വാക്കുകൾ ഈ ലോകത്തെ സൃഷ്ടിച്ചു, പറയാനിരിക്കുന്ന വാക്ക് വരും ലോകത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യു ആർ ദ സാൾട്ട് ഓഫ് എർത്ത്, യു ആർ ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. യേശുവിൻ്റെ വാക്കുകൾ ലോകത്തെ പുതുക്കുകയും നവജീവൻ പകരുകയും ചെയ്യുന്ന ചിന്തനീയമായിട്ടുള്ള വാക്കുകളാണ്. യേശു കർത്താവ് പറയുകയാണ്, അന്ധകാരത്തിൻ്റെ ശക്തികളെ തകർത്ത് ഭൂമിയിൽ വെളിച്ചം പകർന്ന യേശു എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് നാം ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമായിരിക്കണമെന്നുള്ള ചിന്തയാണ്. ഏതൊരു മനുഷ്യൻ്റെയും ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതും ജീവിതത്തിൽ രുചി വരുത്തുന്നതും ഏറെയായാൽ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഉപ്പ്, അല്ലെ സാൾട്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമതായി ചിന്തിക്കുമ്പോൾ ഉപ്പ് ശുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. സാൾട്ട് ഈസ് റിലേറ്റഡ് ടു പ്യൂരിറ്റി. മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് ഭൂമിയുടെ ഉപ്പാകാൻ വേണ്ടിയാണ്. പുരാതന കാലത്ത് ഉപ്പിന് വലിയ മൂല്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗ്രീക്കുകാർ ഉപ്പിനെ ഒരു ദൈവിക വസ്തുവായി കണ്ടിരുന്നു. ഗ്രീക്ക് മിത്തോളജിയൊക്കെ പഠിക്കുമ്പോൾ കേസ് കൺസിഡർ സാൾട്ട് ടു ഡിഫൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവിക വസ്തുവാണ് ഉപ്പ്. കാരണം ചിലതിനൊക്കെ ശുദ്ധീകരിക്കുവാൻ ഇതിൽ കൂടെ സാധ്യമായിത്തീരുന്നു. പല രോഗശമനത്തിനും പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും
പരിസരം വൃത്തിയാക്കുന്നതിനും ആഹാരത്തിൽ രുചി വർദ്ധിപ്പിക്കുന്നതിനും അതിനുപരിയായി മൃതശരീരങ്ങൾ ദിവസങ്ങളോളം അഴിയാതെ സൂക്ഷിക്കുന്നതിനും ഉപ്പ് ഉപയോഗിച്ചിരുന്നു എന്ന് ഗ്രീക്ക് മിത്തോളജിയിലും അതുപോലൊപ്പം തന്നെ ചരിത്രത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. എന്നും മനുഷ്യന്റെ ജീവിതത്തിൽ ഉപ്പിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, സാൾട്ട് ഹാസ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ഹ്യൂമൻ ലൈഫ്. ഉപ്പില്ലാത്ത ഒരു കറിയില്ല, ഉപ്പില്ലാതെ ജീവിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് മത്തായി സുവിശേഷകൻ നമ്മോട് ആവശ്യപ്പെടുന്നത്, മനുഷ്യ ജീവിതത്തെ ഉപ്പുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ്, സാൾട്ട് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്യൂരിഫയർ. ഉപ്പ് ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സാൾട്ട് ഈസ് എ യൂസ് ടു പ്യൂരിഫൈ. അത് ശുദ്ധീകരിക്കുക. സംശയം വേണ്ട, വെള്ളം നിറത്തിലുള്ളതായി ക്രിസ്ത്യൻ പോലുള്ള ഉപ്പ് പോലെ വിശ്വാസികൾ വിശുദ്ധിയുള്ളവരും നിർമ്മലരും ആയിരിക്കണം. വിശ്വാസ ജീവിതത്തിൽ നാം വിശുദ്ധിയുള്ളവരും നിർമ്മലരുമായിരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നാം ഭൂമിയുടെ ഉപ്പാകുന്നതിലൂടെ രോഗികളെ സൗഖ്യമാക്കുന്നതിനും മറ്റുള്ളവർക്ക് രുചി വരുത്തുന്നതിനും കേട് സംഭവിക്കാത്ത നല്ല ബന്ധങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ടു കീപ് ദ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. ഇന്ന് ലോകത്ത് കാണുന്ന റിലേഷൻഷിപ്പ് ഒക്കെ താൽക്കാലികമാണ്, ചില ആവശ്യങ്ങൾ വെച്ചുള്ള റിലേഷൻഷിപ്പാണ്. അത് ഫാമിലി ലൈഫിലാണെങ്കിലും സോഷ്യൽ ലൈഫിലാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ച് നോക്കുക. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിച്ചിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ പോകുന്നതായ അനേകം ജീവിതങ്ങളെ ഞാനും നിങ്ങളും കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഭൂമിയുടെ ഉപ്പാകുന്നതിലൂടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്, ദ കീപ് ദ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനും സാമൂഹ്യ തിന്മകളെ വെടിഞ്ഞ് സമൂഹത്തെ, നമ്മുടെ സൊസൈറ്റിയെ ശുദ്ധീകരിക്കുന്നതിനും സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ നാം ഭൂമിയുടെ ഉപ്പാകണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഉപ്പാകുന്നതിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. കൂടാതെ ഒരു മാനവ സമൂഹം എന്ന നിലയിൽ നമുക്കെന്ത് ചെയ്യുവാൻ സാധിക്കും? വിശ്വാസ പ്രവൃത്തിയിലേക്ക് നയിക്കുവാൻ സാധിക്കണം. അത് ആക്ഷൻ ഓറിയന്റഡ് ആയി തീരുവാൻ സാധിക്കണം. നമുക്കറിയാലോ, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഡയലോഗ് ഈസ് നോട്ട് കമ്മിറ്റ്മെന്റ്, ആക്ഷൻ ഈസ് എ കമ്മിറ്റ്മെന്റ് നടന്നത്. എനിക്കെന്ത് ചെയ്യുവാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്കെന്ത് ചെയ്യുവാൻ സാധിക്കും? ഈ പ്രവർത്തനത്തിലൂടെ വ്യക്തിഗതവും സാമൂഹികപരവും ഘടനാപരവുമായിട്ടുള്ള മാറ്റവും ആത്മീയവർത്തനവും പ്രാപിക്കുക. നമ്മളിൽ ഒരു വ്യക്തി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് അത് പകരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഭൂമിയുടെ ഉപ്പ് ആകുന്നതിലൂടെ വിശുദ്ധി കൈവരിക്കുകയും പ്രതിരോധമുള്ള ശക്തിയായി തീരുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരിതങ്ങളെ അതിജീവിപ്പാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തു പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, യഹൂദ മതത്തിലെ വിശ്വാസങ്ങളിൽ വ്യതിചലിച്ച് മറ്റു മാർഗങ്ങളിലേക്ക് പോയിരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഉപ്പ് കാരമില്ലാത്ത അവസ്ഥയെന്ന് പറയുന്നത്. നമുക്കറിയാം, മതത്തിൻ്റെതായ വിശ്വാസമുണ്ട്, പ്രമാണമുണ്ട്, അതിൻ്റെ ഘടനകളുണ്ട്. അതിൽ നിന്ന് വ്യതിരിച്ച് മറ്റൊരു മാർഗത്തിലേക്ക് പോകുമ്പോൾ കർത്താവിലേക്ക് ഉപ്പ് കാരമില്ലാതായാൽ എന്ത് സംഭവിക്കും? അത് പുറത്തു കളയുവാൻ, ചവിട്ടിക്കളയുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളും ആയിരിക്കുന്നതായ തത്വസംഹിതയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അല്ലേ? പല ആദർശങ്ങൾ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ജീവിതം. മാക്സിം ചിന്താഗതിയൊക്കെ ചിന്തിക്കുവാൻ നല്ല രസമുള്ള കാര്യമാണ്. എന്നാൽ ഞാൻ പറയും, ഈ ലോകത്തിൽ ഘടനാപരമായിട്ടുള്ള ചിന്തകളെ മാറ്റം വരുത്തിയ ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. മറ്റുള്ളവർക്ക് രുചി വരുത്തുവാൻ സാധിക്കണം.
അതുപോലെ തന്നെ ക്രിസ്ത്യൻ പോലെ നിർമ്മലമായിരിക്കണം, വിശുദ്ധമായിരിക്കണം നമ്മുടെ ജീവിതം. എന്നാൽ കാലമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് നാം ആയിരിക്കുന്ന ഘടനയിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ പിന്തള്ളപ്പെട്ട ഒരു സാഹചര്യമാണ്. അത് കുടുംബജീവിതത്തിലായാലും സഭജീവിതത്തിലായാലും ഉപകാരമില്ലാതായിരിക്കുന്ന ചിന്തയാണെന്നാണ് യഹൂദമതത്തിന്റെ പഠിപ്പിക്കല്. രണ്ടാമത് കർത്താവ് പറയുന്ന ഒരു ചിന്ത എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. യു ആർ ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. മനുഷ്യ ജീവിതത്തിന്റെ പ്രകാശ ഗോപുരമാണ് യേശു ക്രിസ്തു എന്നൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. ജീസസ് ക്രൈസ്റ്റ് അവർ ലൈറ്റ് ഓഫ് ഹൗസ്, അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ലാമ്പ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചിന്ത, യോഹന്നാൻ സുവിശേഷം വളരെ വ്യക്തമായി നമ്മോട് പറയാണ്, യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം, റിയൽ ലൈറ്റ് എന്ന് പറയുന്നത്. മനുഷ്യരുടെ പ്രകാശത്തിനായി ലോകത്തിലേക്ക് വന്നു ചേർന്ന ക്രിസ്തുവാകുന്ന വചനം എന്ന പ്രകാശമാണ്. അതായത് വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവിടെ തിന്മ നിറഞ്ഞ ലോകത്തിൽ നന്മയുടെ വെളിച്ചമാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ജീസസ് ഈസ് ദ ലൈറ്റ് ഓഫ് ഗുഡ്നസ് ഇൻ ദ സിഗ്നിഫിക്കൻസ് വേൾഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഗുഡ്നസ് ഇൻ ദ സിൻഫുൾ വേൾഡ്. അതിൽ തിന്മറിഞ്ഞ ലോകത്തിൽ ക്രിസ്തുവിൻ്റെതായിട്ടുള്ള സാക്ഷ്യം പുലർത്തുവാൻ ക്രിസ്തുവിന് സാധിച്ചു. പക്ഷെ നമ്മൾ തിന്മറിഞ്ഞ ഘടനയിൽ തിന്മയിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ചെയ്യുന്ന പലപ്പോഴും. അതുകൊണ്ടോട് പറഞ്ഞിരിക്കുന്നത്, ഇരുണ്ട ലോകത്തെ പ്രകാശം കൊണ്ട് നിറച്ചവനായ ക്രിസ്തു. അതുകൊണ്ട് ഇരുണ്ട ലോകത്തെ പ്രകാശം കൊണ്ട് നിറയ്ക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരെ ഞാൻ നിങ്ങളും. നമ്മുടെ അന്ധകാരം മാറണമെങ്കിൽ ക്രിസ്തുവിന്റെ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് നാം പ്രകാശിച്ചെങ്കിൽ മാത്രമേ അന്ധകാരം മാറുകയുള്ളൂ. അതുകൊണ്ട് യേശുവിന്റെ വാക്കുകൾ അത് വിമോചനത്തിന്റെ വാക്കുകളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദ വേൾഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ വേർഡ്സ് ഓഫ് ഡെലിവറൻസ്. ഡെലിവറൻസ് എന്ന വിമോചനം. കർത്താവ് പറഞ്ഞ ഓരോ വാക്കുകൾ ചിന്തിക്കുക. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുവാൻ വേണ്ടിയല്ല, മറ്റുള്ളവർക്കൂടി പ്രകാശം നൽകുവാൻ സാധിക്കണം. ഞാൻ പ്രകാശിക്കുന്നതിലൂടെ എൻ്റെ പ്രകാശം കണ്ട് മറ്റുള്ളവരുടെ പ്രകാശിക്കുക. നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് അനേകർ അവരുടെ ചില ചിന്തകൾ നമ്മളെ സ്വാധീനിച്ചിട്ടില്ലേ? കർത്താവ് തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേറ്റർ എന്ന് ഞാൻ പറയും. തിരുവചന സത്യങ്ങളെ കടമെടുത്തുകൊണ്ടാണ് പലരും പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. യേശു കർത്താവ് തന്നെയാണ്. ദൈവസ്നേഹമാണ് പഠിപ്പിച്ചു തിരുവചനം. ആ സ്നേഹത്തിലൂടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടൊരു ചിന്തൻ പറഞ്ഞത്, അപാര സാധ്യത നിറഞ്ഞ ഈ ലോകത്തിൽ നാം വെളിച്ചമായി തീരുവാൻ യേശു ആഹ്വാനം ചെയ്യുക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കൊട്ടിയടയ്ക്കപ്പെട്ടതായ അന്ധകാരത്തിന്റെ മാർഗത്തിലൂടെ ഞാനും നിങ്ങളും സ്വയം പ്രകാശിക്കാതെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഒരു യഹൂദ റബി യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇസ്രായേലിന്റെ പ്രകാശം, എ ലാംപ് ഓഫ് ഇസ്രായേൽ. ഇതാ വിജാതിയുടെ പ്രകാശം, എ ലൈറ്റ് ഓഫ് ജെന്റൈൽസ്. നമ്മൾ വിശുദ്ധ വേദസം പഠിക്കുമ്പോൾ അറിയാം, ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നുവെങ്കിലും, അവൻ സ്വന്തത്തിലേക്ക് വന്നുവെങ്കിലും സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. പക്ഷെ ആ പ്രകാശം വിജാതിയർക്ക് അനുഗ്രഹമായി പോയി, അല്ലെങ്കിൽ അനുഗ്രഹമായി തീർന്നു. അതുകൊണ്ട് പ്രിയമുള്ളവർ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് വില്യം ബാർക്ലേ എന്ന ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ഡിസ്ക്രൈബ്സ് ജ്യൂസ് ആസ് എ ഓറോവുഡ് ലൈറ്റ്. വില്യം ബാർക്ലേ പറയും, ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കടമെടുത്ത വെളിച്ചം. ഓറോവുഡ് ലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കടമെടുത്ത വെളിച്ചമാ ക്രിസ്തു. ദൈവത്തിന്റെ സ്വന്തമായവൻ ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വിളന്നു, അനേകർക്ക് വെളിച്ചമായി തീർന്നു. നമുക്കറിയാം, ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിന് വെളിച്ചം പകരുവാൻ അയച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ വായിച്ചതായ സങ്കീർത്തനം നമുക്കറിയാമല്ലോ. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും.
അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ദ ലോർഡ് ഈസ് മൈ ലൈറ്റ് ആൻഡ് മൈ സാൽവേഷൻ, whom shall I fear? നമ്മൾ ആരെയും ഭയപ്പെടേണ്ടത്? ദൈവത്തെ ഭയപ്പെട്ടാൽ മതി. തിരുവചനം പറയുന്നുണ്ട് മനുഷ്യനെ ശങ്ക വേണമെന്ന് പറഞ്ഞു. കാരണം മനുഷ്യൻ ചതിക്കുന്നവനാ, തിന്നിന്ന് കുത്തുന്നവനാ, വാക്ക് മാറ്റുന്നവനാ. എന്നാൽ നീ ദൈവത്തെ ഒന്ന് ഭയപ്പെട്. കാരണം ദൈവത്തെ ഭയപ്പെടുവാൻ പറയുന്നത്, കാരണം യഹോവ എൻ്റെ വെളിച്ചമാ, എൻ്റെ രക്ഷയാ. ഞാൻ ആരെ ഭയപ്പെടും? നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതയാത്രയിൽ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നെങ്കിലും സർവശക്തനായ ദൈവം നിന്നെ മനസ്സിലാക്കുകയാണ്. നിന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ, നീ ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ, നീറുന്ന പ്രശ്നങ്ങളുടെ മധ്യേ, നിന്റെ ലോകത്തിന്റെ അവസ്ഥയിൽ നിന്നെ മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. ഒരുപക്ഷെ ഞാൻ സാക്ഷ്യമായി പറയട്ടെ, നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിൽ ഒരു ബില്ല് അവർ നൽകുമ്പോൾ സ്നേഹമുള്ള റിജിത്തിനോടും അല്ലെങ്കിൽ കോശോട് ചോദിക്കുക, നമ്മുടെ ഫണ്ട് കാണത്തില്ലായിരിക്കാം. അത് ടാലി ചെയ്ത് എല്ലാം ക്ലിയറായി വരുമ്പോഴത്തേനും ദൈവകൃപയാൽ അവിടെ എത്തിയിരിക്കും. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ സഹകരണവും നമ്മുടെ പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതുവരെയുള്ള കഴിഞ്ഞ ആഴ്ച വരെ 81 ലക്ഷം നമ്മുടെ ലോക്ക്ഡൗൺ കാലത്താണ് നമ്മൾ സേവ് ചെയ്തത്. അല്ലേ? 81 lakhs. അനേകം ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു. അനേകം സാമ്പത്തികമല്ലാതെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ആയിരിക്കുന്നു. തൻ്റെ ഭക്തന്മാർക്കോ ഒന്നിനും മുട്ടുണ്ടാകുകയില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്ന കാരണം നിലവിളിക്കുന്നവരുടെ നിലവിളി കേൾക്കുന്ന ദൈവം നമ്മെ അനുദിനം വഴി നടത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആരുടെയും അധ്വാനത്തെക്കുറിച്ച് ഞാൻ പ്രകീർത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുമിച്ചുള്ള നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തത്തിന്റെ ഫലമായിട്ടാണ് ദൈവവചനമാകുന്ന വെളിച്ചം ഇതിൽ പ്രകാശിക്കുകയും നമ്മുടെ ഭയം ഇല്ലാതാകുകയും ചെയ്യണം. എന്നെപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, മിസ്രൈം ദൈവമല്ല, അവരുടെ കുതിരകൾ വ്യർത്ഥമത്രേ. കാരണം ഒരു കാലഘട്ടത്തിൽ മിസ്രൈമിനെ ഭയപ്പെട്ടതായ സാഹചര്യമുണ്ട്. മിസ്രൈമിന്റെ സൈന്യബലം, അവരുടെ കുതിരകളുടെ ശക്തി, അവരുടെ സേന, അവരുടെ ദൈവങ്ങൾ. അതുകൊണ്ടാണ് ഭാഷ പറയുന്നത് മിസ്രൈം ദൈവമല്ല, നമ്മളെ കൂട്ട് സാധാരണ മനുഷ്യരാണ്, അവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്. 27-ാം സംഗീതത്തിൽ പറയുന്നത്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സമൂഹത്തിലേക്ക്, സൊസൈറ്റിയിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ സമൂഹത്തിൽ അഴിമതിയും സാധ്യതയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ്. അതിനായി ആത്മീയമായി പുരോഗതി പ്രാപിക്കുവാൻ കഴിയുന്നില്ല. ഒരു ക്രിസ്ത്യാനി ക്രിസ്തു വെളിച്ചമുള്ളവരായിരിക്കണം. നമ്മൾ ചിന്തിക്കുക, മറ്റുള്ളവർ എങ്ങനെയായിക്കോട്ടെ, പക്ഷെ ഞാൻ ഇപ്രകാരമായിരിക്കണം. അങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ക്രിസ്തുവിനോടൊപ്പം നാം ആയിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം വെളിച്ചം പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കും. നാം അവന്റെ വെളിച്ചത്തിന്റെ പ്രതിബിംബത്തോടെ പ്രകാശിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. വി മസ്റ്റ് ഷൈൻ വിത്ത് ദ റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ലൈറ്റ് എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മുടെ വെളിച്ചമായി മറ്റുള്ളവർക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, നാം ക്രൈസ്തവരായി ആയിരിക്കുന്ന സമൂഹത്തിന് വളരെ ക്രിയാത്മകമായി പലത് ചെയ്യുവാനുണ്ട്. ദൈവം നൽകുന്ന ആയുസ്, ആരോഗ്യം, അത് ദൈവം നൽകുന്നതാണെങ്കിൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്, ഗോഡ്സ് പ്ലാൻ. ആ പദ്ധതിക്ക് അനുസൃതമായി പ്രവർത്തിക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന് വളരെ പ്രസക്തമായിട്ടുള്ള ചില ചിന്തകളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെക്കുറിച്ച് നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അതിനനുസൃതമായി എൻ്റെ കുടുംബത്തിന്, സഭയ്ക്ക്, സമൂഹത്തിന് എന്നെ രൂപാന്തരപ്പെടുത്തണമെന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിർത്തട്ടെ. ക്രിസ്തു ഉപ്പും വെളിച്ചവും ആയിത്തീരണമെങ്കിൽ മാത്രമേ സമ്പത്തസുന്ദരമായ ഒരു ലോകം വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് തൻ്റെ കീരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യഗണങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ പറഞ്ഞ ചിന്ത, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഉപ്പാകുക, നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുക. ഞാൻ പറഞ്ഞുവല്ലോ, ഉപ്പ് ശുദ്ധീകരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് നിർമ്മലരായിരിക്കുക. ശുദ്ധീകരണമുള്ളവരായി ചിരുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മെ എടുത്തുപയോഗിക്കും. മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുക.
നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. പലപ്പോഴും ഞാൻ നിങ്ങൾ സഞ്ചരിക്കുന്ന ജീവിത യാത്രയിൽ ലൈഫ് ഈസ് എ ജേർണി എന്ന് പറയുന്നത്, ലൈഫ് ഈസ് എ ജേർണി എന്ന് പറയുമ്പോൾ നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ദൈവം ആഗ്രഹിക്കുന്ന ആയുസ്സ് നാൾ വരെയുള്ള കാലഘട്ടമാണ്. നമുക്ക് ചിലത് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ അതിനുള്ള ഏറ്റവും വിലപ്പെട്ട സമയം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നെ വളരെ ചിന്തിച്ച ചിന്താ വിഷയമാണ്. യു ആർ ദി സാൾട്ട് ഓഫ് എർത്ത്. എങ്ങനെ ഭൂമിയുടെ ഉപ്പായി തീരാൻ സാധിക്കും? യു ആർ ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. നമുക്ക് എല്ലാവർക്കും നൽകുവാൻ സാധിക്കുന്ന നാം ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ നമ്മെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് വളരെ വലിയ പ്രകാശമായി തീരുവാൻ സാധിക്കുന്നത്. നമുക്കറിയാലോ, ഒരു മെഴുകുതിരിയുടെ നാളവും അനേകം മെഴുകുതിരിയുടെ നാളോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു തീനാളത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം നൽകുന്ന കൃപയ്ക്കൊത്തവണ്ണം പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനം ബോധവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നിത്യ വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സർവ്വജ്ഞനായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകത്തിൽ ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനുടെ രക്തമുള്ളവൻ, അവനാൽ സകലം ഉണ്ടായി. അവൻ മനുഷ്യനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവുടെ അനുയോജിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന് മുഖേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, കഷ്ടപ്പെട്ട് അടക്കപ്പെട്ടു, തിരുത്തലേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന് വലത്തുവാത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെ മരിച്ചവനായിപ്പാൻ മൊത്തത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ജീവിപ്പിക്കുന്നതിനും പിതാവിന്റെ മുത്തുന്നതും പിതാവിന്റെ നിൽക്കട്ടെ മൊത്തപ്പെടുന്നതിനും പ്രവാചകരെ കൊണ്ട് പറച്ചിലുമായി പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. കാതോലിക്ക അപ്പോസ്തലികമായ വിശ്വാസം വിശ്വസിക്കുന്നു. പാപമധ്യസ്ഥനെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമീൻ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വിശുദ്ധാരാധനയിൽ സംബന്ധിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. നോട്ടീസ് അയച്ചിട്ട് കാര്യങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. നെക്സ്റ്റ് സൺഡേ 9 AM നമ്മുടെ വർഷിപ്പ് ആരംഭിക്കുന്നു. ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കും. യൂണിസ്പിറേഷൻ്റെ ബൈബിൾ സ്റ്റഡി 7 PM ആരംഭിക്കുന്നു. ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും പറഞ്ഞ ചർച്ച് ഫണ്ട്, ടൈത്ത്, അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി, താങ്ക്സ് ഗിവിംഗ് പ്രയറിൻ്റെയൊക്കെ ഫണ്ട് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നൽകുന്ന നല്ലതാണ്. അതുപോലെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനൊക്കെയും കൊടുത്ത് സഭയിൽ സജീവമായി നിലകൊള്ളണം. നമുക്കറിയാം, നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് നാം ആശ്രയിക്കുന്നത് നമ്മുടെ ചർച്ചിനെയാണ്. നാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ നാളുകളിൽ നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ ദൈവത്തിലേക്ക് കടന്നു വരികയും ആലയത്തിന് വേണ്ടി നിലകൊള്ളുകയും ജീവിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കണം. അതുകൊണ്ട് ലഭിക്കുന്ന മുഖാന്തരങ്ങളെ, സാധ്യതകളെ നാം ശരിയാവണ്ണം വിനിയോഗിക്കുക. ഇന്ന് ടീ ആൻഡ് സ്നാക്സ് സ്പോൺസർ ചെയ്യുന്ന സൈബാൾ ആൻഡ് ഫാമിലിയാണ്. നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പ്രധാന വാർഡിൻ്റെ കട്ടിള സ്ഥാപിച്ചുവല്ലോ. ആ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമായ നന്ദി സ്നേഹം ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. A.T. കോശി അങ്കിളുടെ പാവന സ്മരണയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ മകനായിരിക്കുന്ന സ്നേഹമുള്ള തോമസ് കോശി അങ്കിൾ ലാലങ്ങളാണ് അത് നൽകിയത്. നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു ചിന്ത, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ പിതാക്കന്മാർ ഒരു ആലയത്തിന് വേണ്ടി ആഗ്രഹിച്ചു. സാങ്കേതികവശാൽ സാധ്യമല്ല എങ്കിലും ഈ കാലഘട്ടത്തിലായിരിക്കുന്ന മക്കളും കൊച്ചുമക്കളും ചേർന്ന് അവരുടെ ആഗ്രഹങ്ങളെ സബലീകരിക്കുക എന്നുള്ള ചിന്തയാണ്. അവിടെ നമ്മൾ ചിന്തിക്കണം, നമുക്ക് ദൈവം തന്നൊരവസരമാണ്. ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ ഉപ്പാകാനും വെളിച്ചമാകാനുമുള്ളൊരവസരമാണ്. അതുകൊണ്ട് സ്നേഹമുള്ള
ലാലമ്മൻ കുടുംബത്തോടുള്ള നന്ദി സ്നേഹം ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മളവിടെ ഏകദേശം 8 ഡോറെങ്കിലും നമുക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. ഇനിയും ഹാളിന് ഒരു വലിയ മെയിൻ ഡോറുകൂടെ ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയാണ് അവിടെ ഇരുന്നപ്പോൾ, ഓരോരുത്തരും ഓരോ ഡോറൂടെ ഏറ്റു കഴിഞ്ഞാൽ ഇപ്പം ഓരോ ചിലരുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോയി അച്ഛൻ അടുത്ത പരിപാടിയായിട്ട് വരുന്നുണ്ടെന്ന് പറയും. കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയായിട്ട് നടക്കും. സ്നേഹമുള്ള നിയാസൈകൾ നിങ്ങൾ തന്നെ എന്നോട് ചോദിച്ചു, ഇതിൻ്റെ വാതിലാരാ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞത് അത് അങ്ങൾ തന്നെ ഏറ്റേക്കുന്നു പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കാണും. കോവിഡ് കാലഘട്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറയാൻ സാധിക്കും. വളരെ ആത്മാർത്ഥതയോട് ഞാൻ കഴിഞ്ഞ ദിവസം സാവിത്രിമേനെ എന്നോട് വിളിച്ചു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ 81 ലാക്സോളം കോവിഡ് കാലഘട്ടത്തിൽ തിരിഞ്ഞു വയ്ക്കുക. ഞാനൊന്ന് ഹൈദരാബാദിൽ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത് സിനറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഹൈദരാബാദ് വെച്ചാണ്. ഞാൻ തിരുമേനി ഏതായാലും നിന്റെ ഇനാഗ്രേഷൻ വരണമല്ലോ. അല്ല, ഞാൻ വരുന്നത് മറ്റൊന്നുണ്ടല്ല, നീക്കിയിരിക്കുന്ന ഫണ്ടിന് എന്തെങ്കിലും ലൈസൻസ് കൊടുത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഇനാഗ്രേഷൻ മിച്ചമുള്ളതെന്നും ചോദിച്ചു പഠിച്ചു നോക്കണം പറഞ്ഞത്. ചർച്ചിൻ്റെ ഉദ്ഘാടനത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞ് നിർത്തി. ഞാൻ പറഞ്ഞല്ല, നമുക്കറിയാം അനേകർ ആത്മാർത്ഥമായി സഹകരിക്കുന്നതിൽ കൂടെ മാത്രമാണ് ഈ ഉദ്യമം സാധ്യമായി തീരുന്നത്. അതിന് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുക. തേർഡ് വേവ് കടന്നു വരുന്നതിൽ നിന്ന് മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒരുമിച്ച് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് തീരാവുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കിയല്ലേ. അതുകൊണ്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായ സിൻസിയറായിട്ടുള്ള സഹനം ഉണ്ടാണെന്ന് ഞാൻ പറയുന്നത്. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാനുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് ഡോറ് നൽകാൻ താല്പര്യമുള്ളവർ എന്നെയോ ഇതിനെ വിളിച്ച് പറയുക. അതിൻ്റെ എമൗണ്ട് എന്താണെന്നുള്ളത് പറഞ്ഞു തരും. യൂണിഫോമിറ്റി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ നാളുകളിൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന സാമ്പത്തികം അനുസരിച്ച് ഏറ്റവും നല്ല മെച്ചപ്പെട്ട മെറ്റീരിയൽ അനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണം ആവശ്യപ്പെടുക. നമുക്കറിയാം ആ ഏരിയയിൽ ഏറ്റവും നല്ല പള്ളിയായിട്ട് വരും. എൻ്റെ സ്ട്രക്ചറൊക്കെ തീരുമ്പോഴേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തുടർന്നുള്ള ഓരോ നിമിഷവും ഓരോ ദിവസവും നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രോമിസ് ഏറ്റിരിക്കുന്നവർ അത് ഒന്നിച്ച് തന്നത് ഞാൻ പറയുന്നില്ല. ലഭിക്കുന്നതായ തുകകൾ അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ചർച്ച ഫണ്ടിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുകയുള്ളൂ. നമ്മുടെ അവസാന നിമിഷത്തിൽ നമുക്ക് ധാരാളമായിട്ടുള്ള ഫണ്ട് ആവശ്യമായി വരുന്നത് അറിയാമല്ലോ. നോക്കിയിരിക്കുമ്പോൾ തന്നെ ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ പ്ലംബിംഗ് ഒക്കെ വരുമ്പോൾ പൈസ, ടൈലിംഗ് എല്ലാം വരുമ്പോൾ പൈസ ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യ സഹായ സംഘം ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഏത് കാര്യവും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹമുള്ള വിദ്യുത്തിനോട് ചോദിക്കുക, അതിനോട് ചോദിക്കുക. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, അച്ഛൻ ഇംഗ്ലീഷ് സൈഡ് മാത്രമേ വായിക്കുന്നുള്ളൂ. ഇത് ഓൺലൈനാണ്. ഓൺലൈനാകുമ്പോൾ ഇംഗ്ലീഷ് സൈഡ് വായിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നുള്ളത്. എന്തുകൊണ്ട് എക്സ്പെൻസ് വായിക്കുന്നില്ല എന്നുള്ളത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ വലിയ ബില്ലാണ്. അതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നത്. എല്ലാ മാസവും വാട്സപ്പ് ഗ്രൂപ്പ് പരിശോധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടോടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്താണ് എക്സ്പെൻസ് എന്നുള്ളത്. ഇപ്പം തന്നെ ഈ ഞാനിങ്ങനെ നോട്ടീസ് പറയുമ്പോൾ വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും ആ ബുക്ക് എടുത്തിരുന്നിട്ടുള്ള ആ പാർട്ടികളുണ്ട്. ഇന്ന് ഇത്ര കിട്ടിയല്ലേ. അതുകൊണ്ട് പലരും നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം പറയുന്നു, ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കട്ടെ, അതിന് ശേഷം ഞങ്ങൾ സഹായിക്കാം. അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണം ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ ആഴ്ച ലഭിച്ചതായ ചർച്ച് ബിൽഡിംഗ് ഫണ്ടിനെ കുറിച്ചൊന്ന് പറയട്ടെ. റോവൻ കോശി കെയർ ഓഫ് ചെറിയാണ്ടി ജോർജ് സാറ് 10,000 രൂപ, നിതിൻ ഇറ്റി 50,000 രൂപ, സൂസൻ ജോൺ നമ്മുടെ ബ്രിഗേഡങ്ങളുടെ കെയറോപ്പിൽ BJ ബ്രിഗേഡങ്ങളുടെ കെയറോപ്പിൽ 1,00,000 രൂപ, വിച്ചി അലക്സ് 20,000 രൂപ,
ബോബി കുര്യൻ മാത്യു 50,000 രൂപ, ബാബി ജോൺ 1,00,000 രൂപ, ആൻ ഉമ്മൻ 50,000 രൂപ, കെ ചെറിയാൻ 25,000 രൂപ, സന്ദീപ് സാമുൽ 25,000 രൂപ, ജോയ് മാത്യു അങ്ങൾ 25,000 രൂപ, ഷാജിമോൻ തോമസ് 25,000 രൂപ. ചർച്ച് ബിൽഡിംഗ് ഫണ്ടായിട്ട് ഈ ആഴ്ചയിൽ കടന്നു വന്നിരിക്കുന്നത് 4,80,000 രൂപയാണ്. ലക്കി ഡ്രോ കൂപ്പൺ ഇനത്തിൽ നിതിൻ ഇട്ടി 10,000 രൂപ, ബോബി കുര്യൻ മാത്യു 10,000 രൂപ, 20,000 രൂപയും ഡൊണേഷൻ ചർച്ച് ബിൽഡിംഗ് ഫണ്ട് 4,91,200 രൂപയും, ലക്കി ഡ്രോ കൂപ്പൺ 20,000 രൂപയും, ബർത്ത്ഡേ 1,180 രൂപയും, സൺഡേ ഓഫർട്ടി 1,480 രൂപയും. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ വരുമാനം ഇൻകം 5,13,800 രൂപയാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം ഇതൊരു വലിയൊരു അനുഗ്രഹമാണ്. എങ്കിലും ചിലരുടെയെങ്കിലും സഹകരിച്ചെങ്കിൽ വളരെ വളരെ അനുഗ്രഹം പ്രാപിപ്പാൻ സാധിക്കും. ഞാൻ പറയുന്നതിൽ പ്രയാസപ്പെടരുത്. 7 ഫാമിലിയോളം ഒന്നും സഹകരിക്കാതെ നമ്മൾ കാറും ബൈക്കൊക്കെ ഓടിക്കും ന്യൂട്രലിൽ പോകാമെന്നറിയല്ലേ. ചിലർ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫിനിഷിംഗ് ആകുമ്പോൾ ഞങ്ങൾ തന്നോളാം പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പോലും പറയുന്നുണ്ട് ഇതെല്ലാം നിവൃത്തിയായി, ഈസ് ഫിനിഷ്ഡ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു ലീഡർ എന്ന നിലയിൽ, ഒരു അധ്യക്ഷൻ നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും, ടൈം ബൗണ്ടായിട്ട്. ദൈവം നമുക്ക് തന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓൺലൈൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ കാലം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഓൺലൈനാണെന്ന് പറയുന്നില്ല ഞാൻ. കാരണം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും വിദേശത്തുള്ളവരെല്ലാം എൻ്റെ പ്രസംഗം കേട്ടില്ലെങ്കിലും നോട്ടീസ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. കാരണം ആ സമയത്ത് ജോയിൻ ചെയ്യുമ്പോൾ അറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രമിച്ചു നോക്കുക. എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച് മാത്രമല്ല, കേൾക്കുന്നവരെ കുറിച്ചുകൂടെ പറഞ്ഞത്. പിന്നെ ദൈവകൃപയാൽ എല്ലാവർക്കും മാസ്ക് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ എന്ത് ആക്ഷൻ ഉള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം ഞാൻ മാത്രമേ ഇപ്പോൾ ഓപ്പണായിട്ട് ഇരിക്കുന്നുള്ളൂ. എന്തില്ല അതിന് കുഴപ്പമില്ല. ഓരോ സ്ട്രക്ചർ വരുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കണം. നമ്മൾ അവിടെ മണ്ണെടുക്കുവാൻ ചെയ്യുന്ന നിമിഷം മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ അത്ഭുത കരം കൂടിയിരുന്നത്. ഇന്നലെ നിങ്ങൾ തൊട്ടടുത്ത് അവിടെ MLA വന്നു. MLAയുടെ പൊളിറ്റിക്കൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ MLA അവിടെ നിന്ന് വന്നില്ല. അമ്മ അത് റിയലായിട്ട് അവർ പെർമിഷൻ എടുത്ത് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഡൽഹിയിൽ സീറോ മലബാർ എന്നൊരു പള്ളി ഈ അടുത്തകാലത്ത് പൊളിച്ചു കഴിഞ്ഞു. നമുക്കറിയാമല്ലോ, ഗവൺമെൻറ് ലാൻഡായിരുന്നു, പെർമിഷനിലായിരുന്നു. അപ്പോൾ നമ്മൾ സർവത്ര പെർമിഷൻ എടുത്ത് ചെയ്തുകൊണ്ടാണ് ഇത്ര കാലതാമസം ഉണ്ടായത്, കാര്യമെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മൾ മനസ്സുകളുടെ പെർമിഷൻ ഉണ്ടാകേണ്ടത്. എനിക്കെൻ്റെ സഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ ഓരോ സ്റ്റെപ്പും നല്ല ക്രിയാത്മകമായി ഡൈനാമിക്കായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ ആവശ്യപ്പെടുക. ഒന്ന് പ്രാർത്ഥന, ശക്തമായ പ്രാർത്ഥന. എന്നാൽ ഈ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്, എനിക്കറിയാം. അതിനുശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന സാമ്പത്തിക മുഖാന്തരങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ കൊടുത്തു നോക്കുക. എന്നാ പിന്നെ ചെയ്യേണ്ടത്? അനേകർ ചർച്ച് ഫണ്ട് നീക്കി വെച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ ഇപ്പോൾ നൽകുന്നത്. FD ഇട്ടിട്ടുള്ളവരുണ്ട്, ചില കുടുക്കയ്ക്കാക്കി സേവ് ചെയ്തിട്ടുള്ളവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കാരണം അങ്ങനെ ഒരു കരുതലുള്ളത് കൊണ്ട് അവരുടെ കുടുംബങ്ങളുടെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു. എന്നോട് സാക്ഷ്യമായി പറഞ്ഞിട്ടുള്ളൂ, ദൈവത്തിനുള്ളത് കൊടുത്തേ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോരുത്തർ കോണ്ടാക്ട്. ഈ നാളിൽ നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ പ്രിയപ്പെട്ടവർ റീതം കോശാണ്ട് 8 ലക്ഷം രൂപ അവരുടെ റിലേറ്റീവ്സിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെന്തിനാണ് ഹൈദരാബാദ് സഭയ്ക്ക് ചെയ്യുന്നത്? നമ്മുടെ കോണ്ടാക്ട് നമ്മൾ വിനിയോഗിക്കണം. ഇന്നലെ ഒരു അച്ഛനോട് കട്ടളവയുടെ ഇത് ചോദിച്ചു, എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു. എല്ലാം യഹോവയാൽ സംഭവിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുക. അതുകൊണ്ട് ഇനിയുള്ള ഓരോ സ്റ്റെപ്പും നമ്മൾ ഒന്നിച്ച് ചേർന്ന് നിന്ന്
മുന്നോട്ട് പോയെങ്കിൽ ഒക്ടോബർ മാസമായിരുന്നു ആഗ്രഹിച്ച ആദ്യമേ, അല്ലെങ്കിൽ ഡിസംബറിലെങ്കിലും പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. ഒരച്ഛൻ നിലയിൽ എനിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ രാവിലെ, പിന്നെ നിങ്ങളോട് പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ. ദൈവമാണ് നമുക്ക് ഈ അവസരങ്ങൾ നൽകുന്നത് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഒത്തിരി പേര് ആഗ്രഹിച്ചതാണ്. കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഓരോ റിപ്പോർട്ട് വായിക്കുമ്പോഴൊക്കെയും എല്ലാവരുടെ ആഗ്രഹമാണ്. ചിലർ പറഞ്ഞു അവിടെ ദൂരെയാണെന്ന് പറഞ്ഞു. നമ്മൾ ഈ ഹൈദരാബാദിൻ്റെ വളർച്ചയൊന്ന് കാണണം. എത്ര ദൂരെയാണെങ്കിലും ഓഫ് റോഡിൽ കൂടി എത്രയും പെട്ടെന്ന് പള്ളി വരാമെന്നൊരു സംഭവം. സിസിരച്ചൻ എന്നോട് കഴിഞ്ഞ് ചോദിച്ചു, നിങ്ങൾ വലിയ പള്ളിയാണോ പണിയെന്ന് ചോദിച്ചു. ഞങ്ങൾ വലിയ പള്ളിയൊന്നുമില്ല അച്ഛാ, ഒരു നന്നായി വരട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇന്ന് ഇവിടുത്തെ തെങ്കാന സമൂഹം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുകയാണ്, എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകുന്നത്. ഏത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിന് ഒരു ആരോഗ്യപരമായിട്ടുള്ള സമീപനം ഉണ്ടായിരിക്കണം. നമ്മൾ സ്വയം നശിക്കേണ്ടവരല്ല, ജീവിക്കേണ്ടവരാണ് കാലഘട്ടത്തിനനുസരിച്ച്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. ബ്രിഗേഡ് ഈച്ചോ, മിസ് സിൽവിയ കോശി, മിസ്സസ് ഷിബി ഗ്രേസ് തരിയൻ, മിസ്സസ് ഏലിയാമ ചെറിയാൻ. വെഡിങ് ആനിവേഴ്സറി മിസ്സസ് ആൻഡ് മിസ്റ്റർ ചാൻഡി എബ്രഹാം. ആദ്യം ബർത്ത്ഡേ, അതിന് ശേഷം വെഡിങ് ആനിവേഴ്സറി. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാംഗം വിഷ്ണാവത്തിൽ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവൻ്റെ പരിപാലകനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവം സമർപ്പിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ ആവശ്യമായ ബുദ്ധി, ജ്ഞാനം, വിവേകം പ്രദാനം ചെയ്യണമേ. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരെയും ദൈവം സമർപ്പിക്കട്ടെ. സർവശക്തനായ ദൈവം നൽകുന്ന ആയുസ്സിനായി, അനുഗ്രഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുക. സ്തുതിക്കുന്നാഥനെ അവിടുത്തെ നൽവരങ്ങളാ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചെയ്യണമേ. അവിടുത്തെ ഓരോ പ്രിയമക്കളെയും സർവ്വ നന്മകളാ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. വെഡിങ് ആനിവേഴ്സറി.
പിതാവേ, കഴിഞ്ഞാഴ്ചയിൽ കർത്താവ് വിവാഹം ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങളിൽ സമർപ്പിക്കട്ടെ. ചാണ്ടിയബ്രാസാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. സ്വർഗീയ വിവരങ്ങളാൽ ധന്യമാക്കണമേ. കുടുംബജീവിതം ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും അത്ഭുതകരമായ അതിശയകരമായി ഭൂമിയുടെ സാക്ഷ്യമായ വരുന്ന ദുരിതങ്ങൾക്കായി സ്തുതിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്ന നാഥനെ അത്യധികമായി ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം അനുഗ്രഹങ്ങളും കൃപകളും ചൊരിയണമേ. പ്രിയപ്പെട്ടവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ദൈവം സമർപ്പിക്കട്ടെ. അവിടുത്തെ ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഈ വിശുദ്ധ ദിവസം വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാനും ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കാനും ഒരുക്കുന്ന കൃപകൾക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ CSI സഭയെ ദൈവങ്ങൾ സമർപ്പിക്കാം. നേതൃത്വം നൽകുന്ന മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനിൽ ഭാരവാഹികൾ, എല്ലാ ബിഷപ്പുമാരെയും അവരുടെ ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. മേഡക് ഡയസിൽ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ S. സോളമരാജ് ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടുത്തെ വിലപ്പെട്ട ശുശ്രൂഷ നിവർത്തിപ്പാൻ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കാം. മധ്യകേരള മഹായുടെ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബ് ഘോഷിച്ചെറിയാൻ ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സുവിശേഷകരെ അയക്കുന്ന പ്രിയപ്പെട്ടവരെയും മിഷനറിയുടെയും വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൈദരാബാദ് CSI മലയാളം സഭയെ ദൈവങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെ ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റിയങ്ങൾ, ബിൽഡിംഗ് കമ്മിറ്റിയങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവരെല്ലാം ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂളിനെ ദൈവങ്ങളെ സമർപ്പിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ദൈവികമായ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. ഗായസംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. യൂത്ത് മൂവ്മെൻറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വുമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യാൻ സ്തുതിക്കാം. നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളെ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം അവിടെ വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ കാലം മുതൽ ഈ സമയം വരെ വിവിധ ഘട്ടങ്ങളിൽ പ്രവർത്തിച്ച് അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ്, അവിടുന്ന് ഞാൻ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ ഒരു മനോഹരമായ ദേവാലയം അത് പൂർത്തീകരിച്ച് അതിൽ പ്രവേശിച്ച് അവിടുന്ന് അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സാമ്പത്തികമായ മുഖാന്തരങ്ങളെ, സാധ്യതകളെ തമ്പുരാൻ അവിടുന്ന് ഒരുക്കണമേ. ഈ നാളിൽ കർത്താവെ, ഞങ്ങളെ അറിയാവുന്നവരും ഞങ്ങളെ അറിഞ്ഞിട്ടില്ലാത്തവരും പല മാർഗത്തിലൂടെ ലഭിക്കുന്ന എല്ലാ സാമ്പത്തികമായ മുഖാന്തരങ്ങൾക്കുമായി സ്തുതിക്കുക, സ്തോത്രം ചെയ്യുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ എല്ലാം ലഭ്യമാകുന്ന ദൈവത്തിൻ്റെ വാക്തത്വമുണ്ടല്ലോ. അതിൻ്റെ നന്ദിയോടെ സ്തോത്രം. അത്യധികമായി ശക്തീകരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന അതിനോട് സ്തോത്രം. യേശു അപ്പ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. രോഗാക്ഷീണ അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് നല്ല വിധനായ യേശു കർത്താവ് പൂർണ്ണമായ വിടുതൽ, ആശ്വാസം പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ അങ്കിളുമാരെ അഞ്ചിമാരെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവ് ശാരീരിക അവസ്ഥയിലായിരിക്കുന്ന അനിത ബിജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ആരോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബിജുവിൻ്റെ മാതാവിനെയും ദൈവം സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, പൂർണ്ണമായ വിടുതൽ, ആശ്വാസം നൽകണമേ. യേശുവിലേക്ക് നോക്കിയ പ്രകാശിതരായ അവിടെ മുഹമ്മദ് ലജ്ജു പോയില്ല. ലജ്ജിക്കാത്ത സാക്ഷിയായുള്ളവൻ ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
സ്നേഹമുള്ള സോണി അന്യനും ദൈവം സമർപ്പിക്കുന്നു. നിന്റെ ദാസിക്കും പൂർണ്ണമായ വിടുതൽ ആശ്വാസമൊക്കെയും പ്രദാനം ചെയ്യണമേ. കർത്താവെ, പല ജീവിത സാഹചര്യങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സമർപ്പിക്കട്ടെ. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദിനക്കാരന് സൗഖ്യം പ്രദാനം ചെയ്യുമെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർ, കുടുംബജീവിതത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ നാളിൽ പ്രാർത്ഥനയിലൂടെ കർത്താവെ സന്താന സൗഖ്യമുള്ളവരായി ജീവിപ്പാൻ ഓരോ മക്കളെയോട് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കും. പല പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും മാനസികമായ പിന്മുറുക്കളും അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ എൻ്റെ മക്കളെല്ലാം നമുക്ക് ഹൃദയാൽ കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുതുമായ എല്ലാ ആവശ്യങ്ങളെയും പൊന്നുനാഥൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് രണ്ടാമത്തെ ലിത്യാനി ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയ്ക്കും പിന്നാലെ കർത്താവേ കരുണയുണ്ടാകണമെന്ന് പ്രതിവാക്യമായിട്ട് ഏറ്റുചൊല്ലാം. കർത്താവേ കരുണയുണ്ടാകണമെന്ന് പ്രതിവാക്യമായിട്ട് ഏറ്റുചൊല്ലാം. ഇങ്ങനെയുള്ള സമാധാനത്തിനു വേണ്ടിയും നമ്മുടെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിനു വേണ്ടിയും ദൈവത്തിന് വിശുദ്ധരുടെ ക്ഷേമത്തിനു വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിനു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശിശുക്കൾക്ക് വേണ്ടിയും നമ്മുടെ മോഡർക്ക് വേണ്ടിയും ഉത്തരേന്ത്യാ സഭയുടെ മോഡർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പുമാർക്ക് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോട് നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറാർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡാനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സർഗുണങ്ങളെ രക്ഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവത്തിന്മാരോടും കൂടെ തന്നെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവൻ പരിശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിൽ എല്ലാവിധത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിലോരോരുത്തരും അവനെന്റെ വിളിയിലും ശുശ്രൂഷയിലും സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങൾ കർത്താവിന്റെ വിശുദ്ധമായ യേശുക്രിസ്തു മൂലം കൃപ അരുളണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ദാനാർപ്പണത്തിനും അപ്പം നമുക്ക് ശുശ്രൂഷിക്കുമായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരി സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭ്രമനുഭവമാകുന്നു. അപ്പോൾ നാം കൊണ്ട് വളരാൻ നമ്മുടെ ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. Yeah.
സമാധാനത്തിനാളമായ കൈസൂരി സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കീർത്തനം 305 in number 305. നമുക്ക് നമ്മുടെ ധാനങ്ങളെ നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയത്തിൻ്റെ രക്തത്താൽ നിർവാസത്തിലേക്കുള്ള പുതുവഴിയെ പ്രദർശിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരയോഗ്യരായ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു കയറുന്നു. സ്വർഗത്തിലും ഭൂമിയിലെല്ലാം നിനക്കുള്ളതല്ലോ. നിന്നെ എന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ദാനങ്ങളെ നീ കൈക്കൊണ്ട് നിന്റെ മതത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുട്ടുകുത്തി ചേർന്ന് പ്രാർത്ഥിക്കാം.
കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ഉയർത്തുവേ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളെല്ലാ സ്ഥലങ്ങളിലൊക്കെ സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തനായി ഞങ്ങൾ ചെയ്യുന്ന മുറിയുമാകുന്നു. നിന്റെ പുത്രൻ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം ആകാശവും ഭൂമിയുള്ള സകലത്തെ ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദിഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആദരസ്നേഹം കൊണ്ട് നിന്റെ ഉത്തമമായ യേശുക്രിസ്തു ഞങ്ങളുടെ മനുഷ്യഭാവത്തെ എടുക്കാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി പുരുഷനെ മണലിക്കാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഒരുപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെ പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗം ഒരുപാട് പ്രതിശാന്തിയും താൻ വീണ്ടും വരുവോളം തന്റെ വിലയേറിയ മണത്തെക്കുറിച്ച് ഒരുപാട് ഓർമ്മയെ നിയമിക്കുകയും എപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷങ്ങളോട് ഏൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർ കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും നിന്ന് കുടിപ്പിൻ, എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ തന്റെ വിലയേറിയ മണത്തെയും കഷ്ടപ്പാടിനെയും അവന്റെ മാത്രമുള്ള പുനരുദ്ധാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവൻ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിർദാസരായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളിൽ ജ്ഞാനങ്ങളായ പ്രത്യേകം ഇങ്ങനെയും നിന്റെ വിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെയും കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അവർ വിവേചിക്കപ്പെട്ട് ഞങ്ങൾ എല്ലാവരും വിശ്വാസത്തിലേക്കും പ്രാപിച്ച് ഞങ്ങൾ ഓർത്താവുന്ന മത്സ്യാന്തരയാകുന്ന അവനിലേക്ക് സകലത്തിനുള്ള ഗണന് കൃപ നൽകണമേ. അവൻ മൂലമായ അവനോടുകൂടിയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകലമാന മഹത്വവും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് അതിലേറെ വിശ്വാസത്തോട്
പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ പിതാവേ, വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുന്ന നാം നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും കുറവുകളെയും പൊന്നുനാഥൻ മുമ്പിൽ വെച്ചു പറയാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നാം നിൽക്കുന്നപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലോ. ജീവന്റെ അപ്പമാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം സത്യാമന്ത്രിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം വിശ്വാസത്തോട് വിശുദ്ധ മേശയിലേക്ക് കടന്നു വരാം.
ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ സാക്രമെന്റ് വിശ്വാസം കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ മക്കളായി സ്വീകരിച്ചിരിക്കുന്നവരോ അവനെ നിങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് സമർപ്പിക്കുന്നു. അതാണ്
സർവമധ്യേയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെ അവൻ്റെ പുത്രനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിനും സ്നേഹത്തിൻ്റെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മളുടെ കൺസെഷൻ പ്ലാനായിട്ട് ഒരുങ്ങുകയാണ്. ഇന്ന് പ്ലാൻ ലീഡ് ചെയ്യുന്നത് നിതിൻ ജി കോശിയാണ്. നിതിൻ ജി കോശിയെ ഞാൻ ക്ഷണിക്കുന്നു. എനിക്കായി കരുതുന്ന പാടുകൾ വഹിക്കുമെന്ന പാട്ട് മുറിച്ചെന്ന പാട്ട് എൻ്റെ എനിക്കായി കരുതുന്നവൻ പാടങ്ങൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ പാടങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. പരീക്ഷയുടെ ദൈവമാനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയുടെ ദൈവമാനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവാനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിരോ. ദൈവാനുകൂലമെങ്കിൽ
എന്നിരുന്നു ചോദിക്കില്ല എന്റെ നന്മയ്ക്കായി അറിയിക്കുന്നു ഞാൻ. ഈ രാവിലെ സമയം വിശുദ്ധ ദിവസം നിങ്ങൾ ഒരുമിച്ച് നിന്റെ മുമ്പാകെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും പാടുവാനും മോട്ടപ്പെടുത്തുവാനും ഒക്കെ ഒരുക്കി തന്ന വൻകെട്ട് സ്തോത്രം ചെയ്യാൻ. കഴിഞ്ഞ ഒരാഴ്ച കാലാനേതരെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ രോഗത്താൽ വേദനയാലും കോവിഡാലൊക്കെ ഭാരപ്പെട്ടപ്പോൾ ഞങ്ങളെ നിന്റെ തരങ്ങളിൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അല്പസമയം ഞങ്ങളുടെ ദേവാലയത്തിന്റെ കൺസ്ട്രക്ഷനെ പ്രാർത്ഥിക്കട്ടെ. നവംബർ മാസം മുതൽ ആരംഭിച്ച് ഇതുവരെ 6-7 മാസം കൊണ്ട് ഇത്രത്തോളം മനോഹരം, ഇത്രത്തോളം വേദനയും ഇത്രയും തീർപ്പാൻ തക്കവണ്ണം എന്റെ യേശുവൊക്കെ സഹായിച്ച മനസ്സിലായിട്ട് സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ ഒന്നും കഴിവുകൾ കൊണ്ടല്ല, എന്റെ യേശുവൊക്കെ അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും മനോഹരമായി തീർപ്പാൻ തക്കവണ്ണം അപ്പൊ അതിന്റെ മധ്യത്തിലുള്ളതെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അപ്പൊ ഈ ദേവാലയത്തിന്റെ ഇതിനു വേണ്ടി പ്രിയപ്പെട്ട സന്തോഷിച്ച് വർഷങ്ങളോളം ഇതിന്റെ പുറകിൽ നടന്നു അനേകം പേപ്പറുകൾ ശരിയാക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഒരുപാട് നടന്നു. എന്റെ മകന്റെ സേവനങ്ങളെല്ലാം കാണുന്നത് കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതുപോലെ തന്നെ ഈ ദേവാലയവും തീർന്നുകൊണ്ടാണ് അച്ഛനെ സഹായിക്കണമേ. മുന്നോട്ടുള്ള ജീവിതത്തിൽ അച്ഛനോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഇവിടുത്തെ കമ്മിറ്റിക്കാരെ ഇതിന്റെ ബിൽഡിംഗ് കമ്മിറ്റി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മളൊക്കെ വീട്ടിലിരുന്നപ്പോഴും അവരനേകം തവണ ഓരോ ഓഫീസുകളിലും കയറിയിറങ്ങി അവരെ അനുഗ്രഹിക്കണമേ, അവരെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കമ്മിറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ, അവരെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തിരിക്കുന്ന സിയോൺ കൺസ്ട്രക്ഷനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം നിന്റെ മകന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ ഉണ്ടായിരിക്കണമേ. ഒരു ദേവാലയമാണ് പണിയുന്നതെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി പണിമൊത്തമാണ് നിന്റെ മകനെ സഹായിക്കണമേ. അപ്പോൾ അവിടെ പണിയുന്ന എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, സൂപ്പർവൈസറിനെ, ഒരാളുകൾ ചെറുതും വലുതുമായി ഓരോ ജോലിക്കാരെ ഞങ്ങൾ പേര് വരാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യാതൊരു തടസ്സങ്ങളും ഉണ്ടാകട്ടെ, ഒരാപത്തും അനർത്ഥങ്ങളും ഉണ്ടാകട്ടെ, അവരോട് കൂടെ ഉണ്ടായിരിക്കണേ. ഈ തീരുന്നവരെ യാതൊരാപത്തിന്റെ തലവരെ കാത്തുകൊണ്ട് നിന്റെ കാൽക്കൈകൾ തടുക്കുവാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകൾ ഉറച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാത്തുതരാളിക്കുന്നത് ധാരാളം അനുഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ പണി തീരുമാനത്തപ്പാണ് ഞങ്ങളെ സഹായിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ദേവാലയിക്കുന്ന യാത്ര എന്ന് പറയുന്ന ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ദേവാലയം മുഖാന്തരം ആ ദേശം അനുഗ്രഹിക്കപ്പെടുന്നേ. എത്രയും പെട്ടെന്ന് ഈ ദേവാലയത്തിന് പണി തീർന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസംബർ മുമ്പ് തന്നെ ഈ ദേവാലയത്തിന് പണി തീർന്ന് അവിടെ ആരാധന നടത്തുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുന്നത്. ഈ ദേവാലയത്തിൽ യേശുവിനോടുള്ള വിശുദ്ധിയുടെ ദേവാലയം തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പൊ ഞങ്ങളുടെ സാമ്പത്തികത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ അനേക സാമ്പത്തികം കൂടി കടന്നു വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തീർക്കാൻ സാധിക്കുള്ളൂ എന്ന് അറിയുന്നില്ല. ഇതിനായിട്ട് സാമ്പത്തികം കൊടുത്ത ഓരോ വ്യക്തികളെ ഞങ്ങൾ പേരുകാരായി പ്രാർത്ഥിക്കുന്നു. കൊടുക്കുന്നവർക്ക് 10 മടങ്ങ് തിരിച്ചു കൊടുക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് എന്നുള്ള വിശ്വാസത്തോടെ കൊടുക്കുവാൻ തക്കാണ് അവരെ അനുഗ്രഹിക്കുന്നത്. കൊടുത്ത പ്രിയപ്പെട്ടവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത്രയും പെട്ടെന്ന് അത് കൊടുക്കുവാൻ തക്കാണ് അവർക്ക് വഴിയൊരുക്കണം, അവർക്ക് സാമ്പത്തിക മുഖാന്തരങ്ങൾ തുറന്നു കൊടുക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് അനുഗ്രഹിക്കുന്നത്. അപ്പൊ ഇതുവരെയായിട്ടും സ്പോൺസർ ചെയ്യാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങൾ അറിയുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് അവരുടെ മനസ്സുകളെ തുറക്കണമെങ്കിൽ അവർക്ക് തുകയെ കൊടുക്കാൻ തക്കവണ്ണം അവരുടെ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഈ ദേവാലയത്തിനെ പ്രാർത്ഥിക്കണം. അപ്പൊ ഈ സഭയിലെ ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ പേരുവരായി പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവരുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളും ഞങ്ങൾ അറിയുന്നില്ലെങ്കിലും ഞങ്ങളുടെ യേശുവൊക്കെ അറിയുന്നുണ്ടല്ലോ. രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, വേദനയാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോവിഡാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഏത് ഭാരമാണെങ്കിലും ശരി അത് എൻ്റെ യേശുവൊക്കെ അറിയുന്നില്ല. എത്രയും പെട്ടെന്ന് അത് മാറ്റിക്കൊടുക്കുന്നത് പറഞ്ഞാൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. വീണ്ടും അടുത്താഴ്ച കടന്നു വരുന്നത് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന കൈവരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. Here, the
പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വിശുദ്ധാലയത്തിലേക്ക് കടന്നു